എല്ലാവർക്കും നമസ്കാരം. കോളേജിൽ പഠിക്കുന്നവരും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. ക്ലൗഡ് സ്റ്റോറേജ് എന്നതിനെ കുറിച്ചാണ്. നിങ്ങളത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ക്ലൗഡ് സ്റ്റോറേജ്. പക്ഷേ ഇതിനൊരു കുറേ യൂസസ് ഉണ്ട്, അത് ഇന്നേ വരെ അറിയത്തില്ല. ഈ യൂസസ് അറിയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ വളരെ ഉപകാരപ്പെടും എന്നുള്ളതാണ്. എന്താണ് ക്ലൗഡ് സ്റ്റോറേജ്? നമ്മുടെ വേണ്ടപ്പെട്ട ഫയൽസ്, ഫോട്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ സേവ് ചെയ്തു വെക്കുന്നതിനെയാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി വിശദമാക്കി പറയുകയാണെങ്കിൽ, നമ്മളൊരു പെൻഡ്രൈവിൽ നമ്മുടെ വേണ്ടപ്പെട്ട ഫോട്ടോസും ഫയൽസും പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ പെൻഡ്രൈവിലോട്ട് ആക്കുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഫോണിലല്ലായിരിക്കും ആ ഒരു ഫയൽസും കാര്യങ്ങളും കിടക്കുന്നത്. അത് പെൻഡ്രൈവിലോട്ടാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അല്ല നമ്മുടെ ഡേറ്റകൾ അല്ലെങ്കിൽ ഫോട്ടോസ്, വീഡിയോ തുടങ്ങിയ കാര്യങ്ങൾ സേവ് ആകുന്നത്. ഇത് ക്ലൗഡ് സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുന്നവരുടെ ഡേറ്റാ സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇത് സേവ് ആകുന്നത്. അപ്പോൾ ഇങ്ങനെ ഡേറ്റാ സെൻറ്ററിലേക്ക് സേവ് ആകുമ്പോഴുള്ള നമ്മുടെ ഗുണം എന്തൊക്കെയാണ്? ഒരു ഓഫീസിലൊരു വർക്ക് നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്തു, നമ്മൾ ഉപയോഗിച്ച ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കോളേജ്, സ്കൂളുകളിലേക്ക് കൊണ്ടുപോകേണ്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പോകുന്ന കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലേക്ക് ഒരു ലാപ്ടോപ്പും അവിടെ ഒരു ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ ആ ഒരു ലാപ്ടോപ്പിലേക്ക്, ആ ഒരു സ്ഥാപനത്തിലെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈലിൽ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്ത് അതിൽ നമ്മുടെ ക്ലൗഡ് സ്റ്റോറേജിൻ്റെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലാപ്ടോപ്പിൽ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്ത ആ പ്രൊജക്റ്റും കാര്യങ്ങളുമൊക്കെ അതിലേക്ക് കാണാൻ പറ്റും, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതേ സെയിം ഒരു കാര്യം തന്നെയാണ് പെൻഡ്രൈവ്. നമ്മൾ പെൻഡ്രൈവിലേക്ക് ഒരു കാര്യം ആക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ലാപ്ടോപ്പ് നമ്മുടെ വീട്ടിലിരിക്കുന്ന ലാപ്ടോപ്പ് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ ഓഫീസിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ അവിടെ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു പെൻഡ്രൈവ് ആ ഒരു ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ പെൻഡ്രൈവിൽ നിന്ന് നമുക്ക് കാര്യങ്ങളും നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം എടുത്ത് നമുക്ക് തിരിച്ച് പഴയ പോലെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പെൻഡ്രൈവ് ആകുമ്പോൾ നമ്മൾ പോക്കറ്റിലിട്ട് കൊണ്ടുപോകും. പക്ഷേ ഈ ഒരു സാധനം നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒരു യൂസർ നെയിമും പാസ്വേഡും മാത്രം കൊണ്ട് നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഫയൽസ് കാര്യങ്ങളെല്ലാം സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഈ ക്ലൗഡ് സ്റ്റോറേജിൻ്റെ ഒരു പ്ലസ് പോയിന്റ്, ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ക്ലൗഡ് സ്റ്റോറേജിൻ്റെ വേറൊരു കാര്യമാണ്, അതായത് ക്ലൗഡ് സ്റ്റോറേജ് ഇപ്പോൾ കുറച്ചൊരു 15 GB ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി ഉപയോഗിക്കണമെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്ക് പണം അടയ്ക്കേണ്ടതായി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മൾ പെൻഡ്രൈവ് വാങ്ങുമ്പോൾ പെൻഡ്രൈവ് പലതരമുണ്ട്. 8 GB ഉണ്ട്, 128 GB ഉണ്ട്, 1 TB ഉണ്ട്. അപ്പോൾ ഈ 8 GB പെൻഡ്രൈവിൽ നമ്മൾ ഒരുപാട് ഫയൽസും കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെക്കുമ്പോൾ ആ പറഞ്ഞിരിക്കുന്ന 8 GB മുകളിലാവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു പെൻഡ്രൈവിലേക്ക് വേറെ ഫയൽസോ കാര്യങ്ങളോ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ കടയിൽ പോവുക, കുറച്ച് പൈസ കൊടുത്ത് നല്ലൊരു പെൻഡ്രൈവ് വാങ്ങുക, നമ്മൾ അതിലേക്ക് പുതിയ പ്രൊഡക്റ്റുകളെല്ലാം സേവ് ചെയ്യുക, അങ്ങനെ ഇതാണ്. അപ്പോൾ നമ്മൾ പെൻഡ്രൈവ് തീരുന്നതിനനുസരിച്ച്, അതിലെ സ്റ്റോറേജ് തീരുന്നതിനനുസരിച്ച് നമ്മൾ പുതിയ പെൻഡ്രൈവ് വാങ്ങി വെക്കുക. അതേ സെയിം ഒരു ഫീച്ചറാണ് ഈ ഒരു പറഞ്ഞത്. അതായത് ഇവർ പറയുകയാണ്, ഞങ്ങൾ ഇത്ര ഇതുവരെ പ്രൊവൈഡ് ചെയ്തു, അത്രയും നിങ്ങൾ ഉപയോഗിച്ചു, ഇനി നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ പണം അടയ്ക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ സ്പേസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ആ സ്പേസ് ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും പണം അടയ്ക്കുക, ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് മെയിനായിട്ടൊരു വേണ്ട ഒരു കാര്യം, ഇതിന് യൂസർ നെയിം, പാസ്വേഡ്, പിന്നെ ഇൻ്റർനെറ്റ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർനെറ്റ്, അല്ലെങ്കിൽ നിങ്ങളൊരു വാട്സാപ്പിൽ ഒരാൾക്കൊരു ഫയൽ ഷെയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർനെറ്റ്, ആ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ക്ലൗഡ് സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽ ബെസ്റ്റായിട്ട് സെക്യൂറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന 3 ക്ലൗഡ് സ്റ്റോറേജ് പ്രൊവൈഡേഴ്സ് പറയാം. ഒന്ന് ഗൂഗിൾ ഡ്രൈവ്, രണ്ടാമത് മെഗ, 3 ഡ്രോപ്പ് ബോക്സ് എന്നതാണ്. ഇതങ്ങനെ എടുക്കാം. അതായത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം അവിടെ നമുക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്ലൗഡ് സ്റ്റോറേജിൻ്റെ നെഗറ്റീവ്സിനെ പറ്റി. ഏതൊരു കാര്യം വെച്ചാൽ നെഗറ്റീവ്സ് കാണുമല്ലോ, ആ നെഗറ്റീവ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. ആ ഒരു വീഡിയോ മൊത്തം വാച്ച് ചെയ്യുകയാണെങ്കിൽ, ആ വീഡിയോ മൊത്തത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലൗഡ് സ്റ്റോറേജ് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ നമുക്ക് അതിലേക്ക് നമ്മുടെ ഫയൽസും കാര്യങ്ങളും നമുക്ക് ആക്കാമെന്നത് ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെൻഡ്രൈവിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനികൾ, ചെറിയ ചെറിയ ലോക്കൽ ഷോപ്പുകൾ എല്ലായിടത്തും പെൻഡ്രൈവുകൾ ലഭ്യമാണ്. എന്നാലും നമ്മൾ നല്ലൊരു കമ്പനി നോക്കിയായിരിക്കും വാങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ക്ലൗഡ് സ്റ്റോറേജിനെ പറ്റി ഒരുപാട് പ്രൊവൈഡേഴ്സും. അതിൽ നമുക്ക് സെക്യൂർ ആയിട്ടുള്ള 3 ക്ലൗഡ് സ്റ്റോറേജിനെ പറ്റിയാണ്, പ്രൊവൈഡേഴ്സിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഒരു 4-5 എണ്ണം കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ആക്കി വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.